നല്ല വചനം പേജിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആളത്വം, പ്രവർത്തനം, രക്ഷണ്യ പ്രവൃത്തി ഇത്യാദി വിഷയങ്ങളെ പരാമർശിക്കുന്ന ക്രിസ്തു തത്വശാസ്ത്ര പഠനത്തിന്റെ വിവിധ എപ്പിസോഡുകളാണ് നാം ഈ നാളുകളായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബന്ധത്തിൽ ഇന്ന് അതിന്റെ 19ാമത്തെ എപ്പിസോഡ് നാം ഒന്നിച്ച് ചിന്തിക്കുവാൻ ദൈവസന്നിധിയിൽ താൽപര്യപ്പെടുകയാണ്. ഈ 19ാം എപ്പിസോഡിൽ കർത്താവായ യേശുക്രിസ്തു മനുഷ്യൻ എന്ന നിലയിൽ യേശുവിന് ദേഹവും ദേഹിയും ആത്മാവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. യേശുക്രിസ്തു സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യമായിരുന്നു. സമ്പൂർണ്ണ ദൈവം എന്ന നിലയിൽ ദൈവത്വത്തിന്റെ എല്ലാ ഗുണലക്ഷണങ്ങളും യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനായിരിക്കുമ്പോൾ മനുഷ്യത്വത്തിന്റെ എല്ലാവിധമായിരുന്ന സമ്പൂർണ്ണതകളും അതിന്റെ ഗുണലക്ഷണങ്ങളും യേശുക്രിസ്തുവിൽ ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ്. ഒരു മനുഷ്യനെ അവന്റെ വ്യക്തിത്വത്തിന്റെ പൂർണ്ണതയുള്ളതാക്കുന്ന 3 ഘടകങ്ങളാണ് ദേഹ, ദേഹി, ആത്മാക്കൾ എന്ന് പറയുന്നു. ഇത് 3 ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യനെ മനുഷ്യൻ അല്ലെങ്കിൽ പൂർണ്ണതയുള്ള മനുഷ്യൻ എന്ന് പറയുവാൻ സാധിക്കുള്ളൂ. മനുഷ്യന് മാത്രമാണ് ദേഹവും ദേഹിയും ആത്മാവും എന്നിങ്ങനെ 3 ഘടകങ്ങളുള്ളത്. മറ്റ് ജീവജന്തുക്കൾക്കെല്ലാം ദേഹവും ദേഹിയുമുണ്ട്. ഈ ദേഹി എന്താണ്, ആത്മാവ് എന്താണ് എന്നതിനെക്കുറിച്ച് തെറ്റിദ്ധാരണ വേദവിദ്യാർത്ഥികളിലുണ്ട്. ചിലർ ചിന്തിക്കുന്നത് ഈ ദേഹി എന്ന് പറയുന്നതാണ് ആത്മാവ്, ആത്മാവ് എന്ന് പറയുന്നതാണ് ദേഹി. ഇത് രണ്ടും ഇന്റർചേഞ്ചബിളി ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ദേഹവും ദേഹിയും ആത്മാവും. ദേഹി എന്ന് ഉപയോഗിക്കുന്ന ഭാഗത്ത് സോൾ എന്ന ഭാഗത്ത് സ്പിരിറ്റും, സ്പിരിറ്റ് എന്ന് പ്രയോഗിക്കേണ്ട ഭാഗത്ത് സോൾ എന്നും ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്റർചേഞ്ചബിളി ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത്. എന്നാൽ നമ്മൾ അതിന്റെ ആ കോണ്ടക്സ്റ്റിനോട് ബന്ധപ്പെട്ട് ഇത് ദേഹിയാണോ ആത്മാവാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. ദേഹി എന്ന് പറയുന്നത് എനർജൈസിംഗ് ഏജന്റാണ്. ദേഹത്തെ പ്രവർത്തനോത്മുഖമാക്കുന്ന ഘടകമാണ് ദേഹി. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫാൻ നമ്മുടെ ശിരസിന് മീതെ റൂഫിൽ അത് തൂങ്ങിക്കിടക്കുന്നു. അതിന് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു വസ്തുത അതിലൂടെ പാസ് ചെയ്തെങ്കിൽ മാത്രമേ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിൽ അത് റൊട്ടേറ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എത്ര കാലം അതങ്ങനെ കിടന്നാലും അങ്ങനെ തന്നെ കിടക്കും, നിർജ്ജീവ വസ്തുവായി കിടക്കുകയുള്ളൂ. അതിനെ എനർജൈസ് ചെയ്യുന്നത് ഈ ഇലക്ട്രിസിറ്റിയാണ്, പവറാണ്. അതുപോലെ മനുഷ്യന്റെ ശരീരത്തെ പ്രവർത്തനോന്മുഖമാക്കുന്നത് എനർജൈസിംഗ് ഏജന്റാണ് ദേഹി. ഇത് യേശുക്രിസ്തുവിനും ഉണ്ടായിരുന്നു. നമ്മുടെ ശരീരം ഈ ദേഹി മുക്തമായി കഴിയുമ്പോൾ ദേഹം നിർജ്ജീവമാവുകയും നാം മരിച്ചതായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ ആത്മാവ് അതല്ല. ആത്മാവ് തുറന്നത് പുറംചട്ടയുള്ള മനുഷ്യന്റെ പുറത്ത് പ്രകൃതത്തിന് തുല്യമായിരുന്ന ഒരു അകമേയുള്ള മനുഷ്യനുണ്ട്. അകമേയുള്ള മനുഷ്യനെ കുറിച്ചാണ് പൗലോസ് ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ഇങ്ങനെ നാൾക്കുനാൾ ദ്രവിക്കുന്നു എങ്കിലും അകമേയുള്ളവൻ ശക്തിയോട് ബലപ്പെടുമാറാകണം എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം പ്രത്യേകം ഞാൻ ഓർപ്പിക്കട്ടെ. യേശുവിന് ഒരു ശരീരമുണ്ടായിരുന്നു. യോഹന്നാൻ 1:14. ഞങ്ങൾ അവൻ വചനം ജഡം ധരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് ദൈവത്തിനുള്ള ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി തീർന്നു. മത്തായി 26:12 യേശുവിന്റെ ശരീരം സംസ്കരിക്കപ്പെട്ടതായി മത്തായി സുവിശേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തുവിന് ശരീരമുണ്ടായിരുന്നു. 2, യേശുവിനൊരു ദേഹി ഉണ്ടായിരുന്നു. ഈ ശരീരത്തെ പ്രവർത്തനോത്മകമാക്കുന്ന, ശരീരത്തിന്റെ വിവിധ ഫംഗ്ഷൻസുകൾ അത് നിയന്ത്രിക്കുന്ന പ്രേരക ശക്തി അല്ലെങ്കിൽ അതിനെ എനർജൈസ് ചെയ്യുന്ന ശക്തി. മത്തായി 26:37 എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരുന്നു എന്ന് കർത്താവ് പറയുന്നു. ഗത്സമനയിൽ താൻ അനുഭവിച്ച മരണവേദനയാണത്. അവിടെ വെച്ച് പറയണം, എന്റെ ഉള്ളം തന്റെ ദേഹിയിൽ അവൻ അത്രമാത്രം ക്ഷതമേറ്റവനായി ദുഃഖിതനായി തീർന്നു. മരണത്തിൽ യേശുവിന്റെ ദേഹി അവന്റെ ശരീരത്തെ വിട്ട് പോയി. ലൂക്കോസ് 23:43. അതുപോലെ കർത്താവായ യേശുവിന് ആളത്വത്തിന്റെ 3ാമത്തെ ഘടകമായിരുന്ന ആത്മാവും ഉണ്ടായിരുന്നു. യേശുവിന്റെ ആത്മാവുണ്ടായിരുന്നു. അവന്റെ മരണത്തിൽ അവന്റെ ആത്മാവ്
പിതാവിലേക്ക് മടങ്ങിപ്പോയി. അവിടെ കർത്താവ് പറയുമ്പോൾ ലൂക്കോസ് 23:46 പിതാവേ, ഞാൻ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് കർത്താവ് പ്രാർത്ഥനപ്പെട്ടത്. അപ്പൊ കർത്താവിന്റെ ആത്മാവ് ദൈവത്തിലേക്ക് മടങ്ങിപ്പോയി. ദേഹി ശരീരത്തെ വിട്ട് വേർപെട്ടു. ദേഹം നിർജീവമായി. ദേഹം, ദേഹി, ആത്മാവ് എന്നിങ്ങനെ 3 ഘടകങ്ങൾ കർത്താവായ യേശുവിന് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഈ വചനങ്ങളാൽ മനസ്സിലാക്കാൻ സാധിക്കും.